അങ്ങനെ മഹറുകെട്ടിലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിലോട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ പെണ്ണിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ചെക്കൻ അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ചെക്കൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ചെക്കനും പെണ്ണും അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് പെങ്ങന്മാർ അവളെ കൂട്ടാൻ വേണ്ടി അവളെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഓഡിറ്റോറിയത്തെ പരിപാടി കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് ഇവർ കുറച്ച് പെങ്ങന്മാർ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ബ്രൈഡിനെയും ഗ്രൂമിനെയും കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതാ അവർ വീട്ടിലോട്ട് കയറുകയാണ്. കൊടുത്തതിന് ശേഷം ഇവരിതാ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒരു 9:30 സമയത്ത് പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ എത്തുന്നത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 9:30 ആയപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടിയിട്ട് അവളെ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കനെ ഇവിടെ നിന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സ് ചെക്കന്മാർ പോകുന്നുണ്ട് അവനെ അവിടെ ആക്കി കൊടുക്കാൻ. അതേ ദിവസം ഞാൻ ചെക്കൻ്റെ റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രൈഡിൻ്റെ അവിടെ എന്തൊക്കെയോ രാത്രി പരിപാടികളൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അവരെ രീതിയിലുള്ള ചടങ്ങ്. അപ്പോൾ ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണല്ലോ ചെക്കന് ഇവിടുത്തെ പരിപാടി. അന്ന് രാവിലെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് അവർ രണ്ടാളെയും കൂട്ടിക്കൊണ്ടുവരും. ഇനി നമുക്ക് കല്യാണ വിശേഷങ്ങളിലേക്ക് പോവാം.